Hello students, hope that you have tried studying Rabies test. RABBES, Rabies test. Here we are given a sequence, series generate ചെയ്യുന്ന ഒരു sequence-ൽ നിന്നാണ് x equal to sequence xn of non-zero real numbers. Non-zero reals എന്ന് ഞാൻ തൽക്കാലം എഴുതാം. Then the Rabies test has two parts. Subdivision A states that if there exists a real number a greater than 1 and a fixed stage capital K in the set of natural numbers such that after a certain stage modulus of consecutive terms ratio xn plus 1 divided by xn, certain stage is fixed by k, modulus is less than or equal to, അവിടെ തന്നിരിക്കുന്ന നമ്പർ എക്ക് റോൾ ഉണ്ട്, 1 minus a by n. ഇത് x2 by x1നോ x3 by x2നോ ഒന്നും ശരിയാണെന്ന് നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല. ചിലപ്പോൾ k equal to 100 തുടങ്ങിയായിരിക്കാം ഇത് ശരിയാവുക. For all n greater than or equal to capital K. ആ സ്റ്റേജ് ഏതാണോ അതാണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത്. ഈ റിലേഷൻ ഇവിടെ 100ൽ ശരിയാണെങ്കിൽ പിന്നെ അത് തുടങ്ങി എല്ലായിടത്തും ശരിയാണ്. After the stage K, the terms of the non-zero terms of the sequence satisfy the condition modulus of xn plus 1 divided by xn less than or equal to 1 minus a by n. Then sigma xn is absolutely convergent. If this condition is satisfied for a real number a greater than 1 and a particular stage k, then sigma xn absolutely convergent. Sigma mod xn convergent അല്ലെ sigma xn absolutely convergent. This is part A. Part A prove ചെയ്തിട്ട് നമുക്ക് part B യിലേക്ക് പോകാം. നമുക്ക് ആദ്യം part A യുടെ പ്രൂഫ് തന്നെ എങ്ങനെയാണ് എന്ന് കാണാം. എന്താ തന്നിരിക്കുന്നത്? Given a greater than 1 and k element of n such that modulus of xn plus 1 divided by xn less than or equal to 1 minus a by n. Then if capital K for all n greater than or equal to k, or therefore if small k greater than or equal to capital K, ഇത് ഞാൻ 100 എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ 100ലെ വലിയൊരു നമ്പറാണ് സ്മോൾ കെ എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് റീപ്ലേസിങ് n ബൈ, എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന, കെയേക്കാൾ വലിയ നമ്പേഴ്സിനെ പറ്റത്തുള്ളൂ. റീപ്ലേസിങ് സ്മോൾ n ബൈ k ഇൻ ദ റിസൾട്ട്. ഓർ ഫോർ k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ K, വി ഗെറ്റ് മോഡുലസ് ഓഫ്, റീപ്ലേസിങ് n ബൈ k എന്നാണ് നിങ്ങളുടെ നോട്ടിൽ എഴുതിയിരിക്കുന്നത്, എക്സ് സ്മോൾ കെ പ്ലസ് 1 സ്മോൾ കെ ക്യാപിറ്റൽ കെ ഒക്കെ അറിയാൻ പോലെ എഴുതിക്കണം, ഡിവൈഡഡ് ബൈ എക്സ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് a by n എന്ന് നമുക്ക് 1 മൈനസ് a by k, a by സ്മോൾ k. എന്നിന് പകരം k എഴുതിയതാണ്. ക്യാപിറ്റൽ K 100 ആണെങ്കിൽ അല്ലെ 1000 ആണെങ്കിൽ അതിനേക്കാളും വലിയൊരു നമ്പറാണ് സ്മോൾ k എന്ന് വിചാരിച്ച് നമ്മൾ ഈ റിസൾട്ട് എഴുതുകയാണ്. ഇതൊരു കേക്കല്ല, ക്യാപിറ്റൽ Kയേക്കാളും വലിയ ഏത് സ്മോൾ കേക്കും വാലിഡ് ആണ്. ഫോർ ഓൾ സ്മോൾ k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ K, ദിസ് ഈസ് വാലിഡ്. അപ്പോൾ for all small k greater than or equal to capital K, we write this result, and we are going to rewrite the result modulus of x small k plus 1 less than or equal to modulus of xk, right side like കൊണ്ടുപോയി, into 1 minus a by k, a by small k. This is equal to modulus of xk, the right side equal to modulus of xk minus a by k into modulus of a by small k into modulus of x suffix small k. Then if we multiply all the terms by k, ഇതും ഇനി നോക്കിയാൽ മതി, k into modulus of xk plus 1 x small k less than or equal to k times modulus of xk മൈനസ് ഈ k കളയാൻ വേണ്ടിയാണ് ചെയ്യുന്നത്,
എ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് കെ എന്ന് നമുക്ക് എഴുതാം. ഇവിടെ ഞാനൊരു റീഅറേഞ്ച്മെന്റ് ചെയ്യുകയാണ്. മൈനസ് മോഡ് എക്സ് കെ പ്ലസ് മോഡ് എക്സ് കെ. ഒന്നും ചെയ്തില്ല, അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് എഴുതിയുള്ളൂ, വാല്യൂവിന് വ്യത്യാസമില്ല. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ദെൻ വി ക്യാൻ റൈറ്റ് കെ ടൈംസ് മോഡ് എക്സ് കെ പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ സ്മോൾ കെ മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 1. അകത്ത് എഴുതുന്നില്ല, സ്മോൾ കെ ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ മൈനസ് 1 ഇൻറ്റു മോഡ് എക്സ് കെ, കെ മൈനസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് സ്മോൾ എക്സ് കെ മൈനസ് ഓഫ് എ മൈനസ് 1. മൈനസ് എയും ഇതിപ്പോൾ ഞാൻ എടുത്തത് ഈ ടേമും ആണ്. ഇനി അതുപോലെ ഇതും കൂടെ പരിഗണിക്കാം. മൈനസ് എ പ്ലസ് 1 അല്ലെങ്കിൽ മൈനസ് ഓഫ് എ മൈനസ് 1 എന്ന് എനിക്ക് എഴുതാം. മൈനസ് ഓഫ് എ മൈനസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് സഫിക്സ് സ്മോൾ ലെറ്റർ കെ, ഇങ്ങനെ എഴുതാം. ദെൻ കെ മൈനസ് 1 ഇൻറ്റു മോഡ് എക്സ് കെ, കെ ഇൻറ്റു മോഡ് എക്സ് കെ പ്ലസ് 1. ഈ കാണുന്നതിനേക്കാൾ ഒന്നുകൂടെ കൂടുതലാണ് ഇവിടുത്തെ സഫിക്സ്. അപ്പൊ അങ്ങനെ ഒരു സീക്വൻസിനെ പറ്റി നമ്മൾ ആലോചിക്കാൻ പോവാണ്. കെ മൈനസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് കെ മൈനസ് ഓഫ്, ഈ ടൈമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുവാണ്, ഇതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുവാണ്. മൈനസ് ഓഫ് കെ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ്, കെ ഇൻറ്റു എഴുതിയപ്പോൾ മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 1, കെ പ്ലസ് 1 ടൈമാണ് സഫിക്സിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് എന്ന് ആലോചിക്കുക. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ ടൈമിനെ പോസിറ്റീവായിട്ട് എഴുതാൻ പറ്റും. എ മൈനസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് കെ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഇവിടെ ഒരു കോൺസ്റ്റന്റ് നാച്ചുറൽ നമ്പർ ആണ്. കെ ഈസ് എ നാച്ചുറൽ നമ്പർ. ക്യാപിറ്റൽ കെയേക്കാളും വലിയൊരു നാച്ചുറൽ നമ്പർ. ഇവിടെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ കെ പരിചയപ്പെട്ടത്. അപ്പൊ ക്യാപിറ്റൽ കെ 100 എന്ന് നമ്മൾ പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ സീക്വൻസിന്റെ സഫിക്സസ് ആയിട്ട് എടുക്കത്തുള്ളൂ. ഇതൊരു സഫിക്സ് കെ മൈനസ് 1 സഫിക്സ് അല്ല, ഇതൊരു നാച്ചുറൽ നമ്പർ. അപ്പൊ മോഡുലസ് ഓഫ് സീക്വൻസിന്റെ ടൈമിന് എടുത്തേക്കുന്ന എക്സ്, ഇത് കഴിഞ്ഞത്തെ നമ്പർ. ഇവിടെ കെ എടുത്തപ്പോൾ അത് കഴിഞ്ഞത്തെ നമ്പർ കെ പ്ലസ് 1 ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് ഒരു സീരീസ് ഫോം ചെയ്യാം. n എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ എന്താ പിന്നെ പരിഗണിക്കുക? മോഡുലസ് ഓഫ് എക്സ്, അത് കഴിഞ്ഞത്തെ സഫിക്സ് n പ്ലസ് 1 എന്ന് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് n ഈക്വൽ ടു കെ മൈനസ് 1നും n ഈക്വൽ ടു കെ മൈനസ് 1നും ഇത് n ഈക്വൽ ടു കെക്കും ആ സീരീസിന്റെ ടേംസ് ആണ്. therefore we can consider the series sigma n into mod xn plus 1. അതിന്റെ രണ്ട് തൊട്ടടുത്ത ടേംസ് ആണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇത് രണ്ടാമത് കാണുന്നത് ഇത് കഴിഞ്ഞ് വരുന്ന ടേമാണ്. കോൺസിക്യൂട്ടീവ് ടേംസ് കെ മൈനസ് 1 ഇൻറ്റു മോഡ് എക്സ് കെ കഴിഞ്ഞ് ഈ സീരീസിന്റെ ടേം ആണ് കെ ഇൻറ്റു മോഡ് എക്സ് കെ പ്ലസ് 1. മോഡ് ഒക്കെ ഇവിടെ ഉണ്ട്. കെ ഇൻറ്റു മോഡ് എക്സ് കെ പ്ലസ് 1 ഇത് കഴിഞ്ഞത്തെ കെ മൈനസ് 1 മോഡ് എക്സ് കെ കഴിഞ്ഞത്തെ സീരീസിന്റെ ടേം ആണ്. നമ്മൾ തൊട്ടടുത്ത രണ്ട് ടേംസ് തമ്മിൽ ഡിഫറൻസ് എടുത്തപ്പോൾ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ മൈനസ് 1 ഇൻറ്റു മോഡ് എക്സ് കെ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് പഴയത്, അത് കഴിഞ്ഞത്തെ ടൈമാണ് ഈ വന്നിരിക്കുന്നത്. അപ്പൊ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾ നോക്കിയേ. എ ഗ്രേറ്റർ ദാൻ 1 എന്നാണ് നമ്മുടെ പാർട്ട് റാബീസ് ടെസ്റ്റിന്റെ അസംഷൻ. എ ഗ്രേറ്റർ ദാൻ 1, എ ഗ്രേറ്റർ ദാൻ 1, therefore എ മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0. ദിസ് ഈസ് മോഡുലസ്. ഇതൊരിക്കലും സീക്വൻസ് എക്സനിലെ ടേംസ് നോൺ സീറോ റിയൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊരിക്കലും 0 അല്ല. ഇനി മോഡുലസ് കൂടെ എടുത്തു, ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 0. therefore ദിസ് ഡിഫറൻസ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ പുതിയ ടേംസ് വരുമ്പോൾ ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്ക് ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ പഴയ ടൈമിൽ നിന്ന് പുതിയ ടൈം കുറച്ചപ്പോൾ ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ആരാ വലുത്? പഴയ ടൈമാ വലുത്. അതുകൊണ്ടല്ലേ ഇത് കുറച്ചപ്പോൾ ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ 0 ആയേ. ദിസ് സീരീസ് ഹാസ് ടേംസ് ഡിക്രീസിങ്. ഈ സീരീസിന്റെ ടേംസ്, സീരീസ് അല്ല സീരീസിന്റെ ടേംസ് ഈ സീരീസിന്റെ ടേംസ് ഡിക്രീസിങ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമുക്കൊരു ചെറിയ ഉപകാരം പിന്നീടുണ്ട്, അതിനുവേണ്ടിയാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സീരീസ് പരിഗണിച്ചേക്കുന്ന ആ കാരണം കൊണ്ട് മാത്രമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അത് കെ ഈക്വൽ ടു 100ന് കഴിഞ്ഞ് ഏതെന്നെ എടുത്താലും ശരിയാണ്. നമ്മൾ ആ n എന്നുള്ള നൊട്ടേഷൻ അങ്ങ് മാറ്റി 100നേക്കാൾ വലിയ സ്മോൾ ലെറ്റർ കെ, ക്യാപിറ്റൽ കെയേക്കാളും വലിയ ഏതൊരു നമ്പർ കെ എന്ന് നമ്മൾ അതിനെ അങ്ങ് മാറ്റി എഴുതുന്നു. അതിൽ ചില അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പൊ നമുക്കൊരു സീരീസിന്റെ കോൺസിക്യൂട്ടീവ് സീരീസിന്റെ സിഗ്മ n ഇൻറ്റു മോഡ് എക്സ് എൻ പ്ലസ് 1 എന്ന് പറയുന്ന സീരീസിന്റെ കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ്
ഗ്രേറ്റർ ദാൻ 0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ സീരീസിന്റെ ടേം ഡിക്രീസിങ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ നമുക്കുണ്ട്. സേ ദിസ് ബി റിലേഷൻ 1. ദെൻ ഫോർ small k equal to capital K if we write the result. സ്മോൾ k അല്ല, സ്മോൾ kക്ക് പകരം ക്യാപിറ്റൽ K ഉപയോഗിച്ചാൽ നമുക്ക് എങ്ങനെ റിസൾട്ട് എഴുതാം? ക്യാപിറ്റൽ K റിസൾട്ട് 1 ക്യാപിറ്റൽ K മൈനസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ക്യാപിറ്റൽ K മൈനസ് ക്യാപിറ്റൽ K ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ക്യാപിറ്റൽ K പ്ലസ് 1 ക്യാപിറ്റൽ K ആണെന്ന് ഓർക്കുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ മൈനസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ക്യാപിറ്റൽ ആദ്യം എടുത്താണ് എ മൈനസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ക്യാപിറ്റൽ K. ഇനി K ഈക്വൽ ടു സ്മോൾ ലെറ്റർ K ഈക്വൽ ടു ക്യാപിറ്റൽ K പ്ലസ് 1 എന്നുള്ളതിന് നമ്മൾ റിസൾട്ട് എഴുതിയ എന്ത് കിട്ടും? ഇതിനേക്കാളും ഒന്നുകൂടെ കൂടും. ക്യാപിറ്റൽ K ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 1 മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 1 ബ്രാക്കറ്റ് അല്ല മൈനസ് ഒന്നുകൂടെ കൂടിയെന്ന ക്യാപിറ്റൽ K പ്ലസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് K പ്ലസ് 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ മൈനസ് 1 ഇൻറ്റു ഒന്നുകൂടെ K കൂടി മോഡുലസ് ഓഫ് എക്സ് K പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. എക്സെട്ര K ഈക്വൽ ടു സ്മോൾ n. ഈ റിസൾട്ട് എഴുതിയ എന്താ? n ഇൻറ്റു അല്ല n മൈനസ് 1 ഇൻറ്റു കെക്ക് പകരം ഇക്വേഷൻ 1ൽ കെക്ക് പകരം n മൈനസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് n ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 n ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ മൈനസ് 1ന് മാറ്റമില്ല. മറ്റെന്താ എഴുതണ്ടേ? എ മൈനസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവിടെ എക്സ് കെ ആയിരുന്നപ്പോൾ എക്സ് കെ റൈറ്റ് സൈഡിൽ എഴുതി. അപ്പോൾ എക്സ് എൻ ആയിരുന്നപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് എക്സ് എൻ എന്ന്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്മോൾ k ഈക്വൽ ടു ക്യാപിറ്റൽ K K പ്ലസ് 1 എക്സെട്ര എന്നിന് നമുക്ക് കിട്ടിയ ഈ ഇക്വേഷൻസ് എല്ലാം കൂടി ആഡ് ചെയ്യാൻ പോകും. ലെഫ്റ്റ് സൈഡ്സ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം K ഇൻറ്റു മോഡ് എക്സ് കെ പ്ലസ് 1 ക്യാൻസൽ ചെയ്യും. K പ്ലസ് 1 ഇൻറ്റു മോഡ് എക്സ് കെ പ്ലസ് 2 ഇവിടെ ഒരെണ്ണം വരും. അതുപോലെ n മൈനസ് 1 ഇൻറ്റു മോഡ് എക്സ് എൻ ഈ ടൈം ഇതിന് തൊട്ട് മുമ്പിൽ കാണും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ക്യാപിറ്റൽ K മൈനസ് 1 ആദ്യത്തെ ഇക്വേഷനിലെ ആദ്യത്തെ ടൈം ഇൻറ്റു മോഡ് എക്സ് കെ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്യും. ലാസ്റ്റത്തെ ഇക്വേഷനിൽ അവസാനത്ത് നിൽക്കും മൈനസ് n ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് സൈഡ് നോക്കിക്കുക. എല്ലാത്തിലും എ മൈനസ് 1 കോമൺ ആണ്. എ മൈനസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് എക്സെട്ര മോഡുലസ് ഓഫ് എക്സ് കെ മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 1 എക്സെട്ര മോഡുലസ് ഓഫ് എക്സ് എൻ. ഇതാണ് നമുക്ക് റൈറ്റ് സൈഡിൽ. അതിനെ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് എക്സ് എൻ. അത് എഴുതണമെങ്കിൽ അത് റൈറ്റ് സൈഡാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ എ മൈനസ് 1. അത് സൈഡ് മാറി. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ക്യാപിറ്റൽ K മൈനസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് സഫിക്സ് ക്യാപിറ്റൽ K മൈനസ് n ടൈംസ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 എന്നുള്ളത് നമുക്ക് എഴുതാം. ഇനി ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് നമ്മളുടെ n ഇൻറ്റു മോഡ് എക്സ് എൻ പ്ലസ് 1 എന്ന് പറയുന്ന ഡിക്രീസിങ് ടേംസ് ഉള്ള സീരീസിന്റെ 2 ടേംസ് ആണ്. ക്യാപിറ്റൽ K പ്ലസ് 1 അങ്ങനെ അത് കഴിഞ്ഞ് വന്ന നമ്പറാണ് n. അപ്പോൾ ഈ ടേം ഇതിനേക്കാളും K മൈനസ് 1 ഇൻറ്റു മോഡ് എക്സ് കെക്കാളും ചെറിയ ടേമാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. therefore we can write this is less than or equal to 1 divided by a minus 1 into K minus 1 മോഡ് എക്സ് കെയിൽ നിന്ന് അതിനേക്കാൾ ചെറിയ ഒരു ടേം. ഈ സീരീസിന്റെ ടേംസ് ഡിക്രീസിങ് ആയതുകൊണ്ട് നമുക്ക് ഉറപ്പാണ് അതിനേക്കാൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കുറച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സിഗ്മ മോഡ് എക്സ് എന്ന് പറയുന്ന സീരീസിന്റെ K പ്ലസ് 1 എന്ത് ടൈമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കെക്ക് പുറകിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസേ ഉള്ളൂ. സിഗ്മ മോഡ് എക്സ് എന്ന് പറയുന്ന സീരീസിന്റെ പാർഷ്യൽ സംസ് ആണ്. മോഡ് എക്സ് 1 തുടങ്ങി മോഡ് എക്സ് കെ മൈനസ് 1 ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് ഉള്ളൂ. അതും കൂടെ ചേർത്താലും ഇത് കുറച്ച് ടൈംസ് ഉള്ളൂ. അതും കൂടെ ചേർത്താൽ ഇത് വേറൊരു നമ്പർ കൊണ്ട് ബൗണ്ടഡ് ആയിരിക്കും. ആ സീരീസിന്റെ പാർഷ്യൽ സംസ് ബൗണ്ടഡ് ആണ്. സിഗ്മ മോഡ് എക്സ് എന്ന് പറയുന്ന സീരീസ് അല്ല, സീരീസിന്റെ പാർഷ്യൽ സംസ് ബൗണ്ടഡ് ആണ്. അതുകൊണ്ട് പാർഷ്യൽ സംസ് കൺവേർജന്റ് ആണ്. സിഗ്മ മോഡ് എക്സ് എൻ കൺവേർജന്റ് ആണ്, അല്ലെങ്കിൽ സിഗ്മ എക്സ് എൻ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണ്. സിഗ്മ മോഡ് എക്സ് എൻ കൺവേർജന്റ്
You know that implies sigma xn absolute